هم خير من خلق الإله ومن بارك. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين الفائزين بالله أما بعد. സർവശക്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഇഹപരവിജയം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമദാനിലൂടെ നാം മുന്നോട്ടേക്ക് പോകുമ്പോൾ വിശുദ്ധ റമദാനിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഹദീസ് സഹീഹ് ബുഖാരിയിൽ ആദ്യ ഭാഗത്ത് ബാബു കൈഫക്കാന ബദുൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഒന്നാമത്തെ അധ്യായത്തിൽ അഞ്ചാമത് ആയി ഒരു ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി വകാന അജ്വദു മാ യകൂനു ഫീ റമളാന ഹീന യൽഖാഹു ജിബ്രീലു അലൈഹിസ്സലാം വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന ഫയുദാരിസുൽ ഖുർആൻ ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിൻ ദീഹിൽ മുർസല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാരനായിരുന്നു. പൊതുവെ എല്ലായ്പ്പോഴും ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉദാരനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂദ് കൊണ്ട് ഉദ്ദേശം കേവലം സാമ്പത്തികം മാത്രമല്ല, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം അതിൽ ഉൾപ്പെട്ടു എന്ന് വ്യാഖ്യാനത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഏത്താവുമായ എംബഗി ലിമൈ എംബഗി അലാ വജ്ഹി എംബഗി, അനുയോജ്യമായ വസ്തുവിന് അനുയോജ്യമായ ആൾക്കാർക്ക് അനുയോജ്യമായ തോതനുസരിച്ച് കൊടുക്കുക എന്നാണ് ജൂദിന്റെ അർത്ഥം. ഇപ്പൊ നബിതങ്ങൾ ആർക്ക് എന്തൊക്കെ വേണമോ ഓരോരുത്തരുടെയും സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അത് നൽകിയിരുന്നു. ജൂദ് എന്ന് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരാൾ ദാഹിച്ചു പറഞ്ഞാൽ അവന് നല്ല ഡ്രസ്സ് കൊടുത്താൽ അവന്റെ സന്തുഷ്ടി ഉണ്ടാവുകയില്ല. അവന്റെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, വെള്ളമാണ് കൊടുക്കേണ്ടത്. വിശന്ന് വലഞ്ഞവർ തന്നെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. വസ്ത്രത്തിന് ആവശ്യമുള്ളതിന് വസ്ത്രമാണ് കൊടുക്കേണ്ടത്. പണത്തിന് ആവശ്യമുള്ളതിന് പണമാണ് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിലും കായികപരമായ സഹായം ആവശ്യമുള്ളവരാണെങ്കിൽ അതാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ അത്യാവശ്യക്കാർക്ക് അത്യാവശ്യമുള്ളതിന് അത്യാവശ്യ തോതിൽ ചെയ്തു കൊടുക്കുക എന്നാണ് ജീവിതത്തിന്റെ അർത്ഥം. ഇങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉദാരൻ ആരായിരുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും പറഞ്ഞാൽ നല്ലത് ചെയ്യുന്നവൻ എന്ന് അർത്ഥമാക്കാം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. പൊതുവെ റമദാനായാലോ വക്കാന അജ്വദുമായ കൂനു ഫി റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ. നബി തങ്ങൾ ഉദാഹരണാവെന്ന് വെച്ച് ഏറ്റവും കൂടുതൽ ഉദാരത കാണിക്കൽ അത് റമദാനിലായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിനെ കണ്ടുമുട്ടാറുള്ള റമദാൻ മാസം. ജിബ്രീൽ അലൈഹിസ്സലാം റമദാൻ മാസത്തിൽ നബിയുടെ അടുക്കൽ എല്ലായ്പ്പോഴും വരാറുണ്ടായിരുന്നു. വക്കാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ. ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ റമദാനിലെ ഓരോ രാത്രിയും കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ഖുർആൻ, അങ്ങനെ ഖുർആൻ നബി തങ്ങൾക്ക് ദർശനത്തിൽ കൊടുത്തു. ഒരു വർഷം അതുവരെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറക്കിക്കൊടുത്ത ഖുർആനെ ഒന്നുകൂടി നബി തങ്ങൾക്ക് ദർശനം നടത്താൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമദാനിലെ ഓരോ രാത്രിയും നബിയുടെ അടുക്കിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ള വിശുദ്ധ റമദാൻ മാസത്തിലായിരുന്നു നബി തങ്ങൾ ഏറ്റവും അധികം ഉദാരനായിരുന്നത്. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖൈരി മിൻ ദീഹിൽ മുർസല. നബി തങ്ങൾ ഖൈറായ കാര്യം കൊണ്ട് ഏറ്റവും ഉദാരനായിരുന്നു. വീശിയടിക്കുന്ന കാറ്റിനേക്കാൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യം കൊണ്ട് വീശുന്ന കാറ്റിനേക്കാൾ ഏറ്റവും അധികം ഹൈറായ കാര്യം കൊണ്ട് നബി തങ്ങൾ ഉദാഹരണമായിരുന്നു. അപ്പോ റമദാനിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ പൊതുവെ ഔദാര്യമായ നബി തങ്ങൾ റമദാനിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഔദാര്യവാനായിരുന്നു നബി തങ്ങൾ എന്ന് നമുക്ക് ഈ ഹദീസിൽ മനസ്സിലാക്കാം. അപ്പോ നാമും നബിയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണഗതിയിൽ ഉപരിയായി റമദാൻ മാസത്തിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രതിജ്ഞ എടുത്ത അപ്രകാരം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി നാം തയ്യാറാകണം. നബി തങ്ങളുടെ ഔദാര്യം അത് അത്യുന്നതിയിലുള്ള ഔദാര്യമായിരുന്നു എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നബി തങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ എത്രത്തോളം നബി തങ്ങൾ നബുവത്തിന് ശേഷം മാത്രമല്ല നബുവത്തിന് മുമ്പും ജനങ്ങൾക്ക് ഒരുപാട് ഔദാര്യത ചെയ്യുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അടുക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി വഹി ലഭിച്ച വേളയിൽ ഖദീജ ഭയവിഹ്വലനായിക്കൊണ്ട് മുക്കർബലുണ്ടാക്കിയ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്
ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം ആയത്ത് അങ്ങോട്ടേക്ക് അവതരിപ്പിച്ചപ്പോ പേടിച്ച് വിറച്ച നബിതങ്ങൾ, വിരലിന്റെ അടച്ചുപിടിക്കൽ എട്ടിയ നബിതങ്ങൾ, ആ വചനം കൊണ്ട് ഓടിയത്, ഹൃദയം പിടച്ചുകൊണ്ട് കടന്നു വന്നത് ഖദീജ ബിബി റളിയല്ലാഹുഅൻഹയുടെ അടുക്കലേക്കായിരുന്നു. നബിതങ്ങൾക്ക് എന്നും സാന്ത്വനം സമ്മാനിച്ച ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഖുവൈലിദിന്റെ മകളായ ഖദീജ ബിബി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പ്രവേശിച്ചു. നബി തങ്ങൾ പ്രവേശിച്ചു. നബി പറഞ്ഞു, സമ്മിലുനി ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ. അങ്ങനെ അവരുടേതായി പുതപ്പിട്ട് മൂടി കൊടുത്തു വന്ന് സഹീൽ ബുഖാരിയിൽ തന്നെ ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഖദീജ ബിബി പുതപ്പിട്ട് മൂടിയപ്പോ നബിയുടെ പ്രയാസമൊക്കെ അങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയി. നബി തങ്ങൾ എന്നാൽ ഖദീജയോട് പറഞ്ഞു, ഖദീജ നടന്ന സംഭവമൊക്കെ പറഞ്ഞുകൊണ്ട് ഖദീജ ബിബിയോട് പറഞ്ഞു, ലഖദ് ഖശീതു അലാ നഫ്സി, എന്റെ നഫ്സിന്റെ മേൽ എനിക്ക് തീർച്ചയായിട്ടും പേടിയാകുന്നു ഖദീജ എന്ന് പറഞ്ഞപ്പോ ഖദീജ ബിബി സമാധാനിപ്പിച്ചുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞത്, കല്ലാ വല്ലാഹി മാ യുഖ്സിക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതക്രിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. നബി തങ്ങളുടെ അതുവരെയുള്ള ജീവിതം, 40 വയസ്സ് വരെയുള്ള ജീവിതം ജനങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ സമൂഹത്തിലേക്ക് എപ്രകാരമായിരുന്നു സമൂഹത്തിന് വേണ്ടി നബി തങ്ങൾ പ്രവർത്തിച്ചത് എന്ന് ഖദീജ ബിബിയുടെ ഈ സാന്ത്വന വാക്കിലൂടെ ഖദീജ ബിബി വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഖദീജ ബിബി നബി തങ്ങളോട് പറഞ്ഞു, കല്ല, ഒട്ടും പേടിക്കേണ്ട, വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, മാ യുഖ്സിക അല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും അങ്ങയെ നിസ്സാരപ്പെടുത്തൂല. കാരണം ഇന്നക ലതസിലുർ റഹ്മ, നിശ്ചയമായും അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവനാണ്, പുലർത്തുന്നവനാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസത്തെ ഏറ്റെടുക്കുന്നവനാണ്, ജനങ്ങളുടെ പ്രയാസത്തൊക്കെ ഏറ്റെടുത്ത് പരിഹാരം കാണിച്ചു കൊടുക്കുന്നവരാണ്. വതക്സിബുൽ മഅദൂമ, ഇല്ലാത്തവർക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, സാമ്പത്തികമായാലും എല്ലാത്തതായാലും സമ്പാദിച്ചു കൊടുക്കുന്നവരാണ്. വതക്രിൽ ലൈഫ, അതിഥിയെ സൽക്കരിക്കുന്നവരാണ് അങ്ങ്. തീർന്നില്ല, വതുഈനു അലാ നവാഇബിൽ ഹഖ്, ഈ വിശുദ്ധ നാട്ടിലെ ഹക്കായ എന്തൊക്കെ സംഭവ വികാസങ്ങളുണ്ടോ അതിന്മേലൊക്കെ അങ്ങയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്, അങ്ങ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാമൂഹിക സേവന മേഖലകളിൽ ഒരുപാട് അധ്വാനിച്ച, ഔദാര്യം ചെയ്ത, നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങയെ ഒരിക്കലും അല്ലാഹു നിസ്സാരപ്പെടുത്തുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ച് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നബിയുടെ ഉദാരതയെ മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്രകാരം സാമൂഹിക സേവന രംഗത്ത് നല്ല കുടുംബബന്ധം പുലർത്തുന്നവരെ, ഉത്തരവാദിത്വം ജനങ്ങളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരെ, ഇല്ലാത്തവർക്ക് ഇല്ലാത്ത വേണ്ടുന്ന കാര്യം ചെയ്തു കൊടുക്കുന്നവരെ, അതിഥിയെ സൽക്കരിക്കുന്നവരെ, ഹക്കായ സംഭവവികാസങ്ങളുടെ മേൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരെ, അവർക്കൊരു അപകടവും പറ്റൂല, അവരെ അല്ലാഹു ഒരിക്കലും നിസ്സാരപ്പെടുത്തൂല എന്നൊരു ധ്വനി കൂടി ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, നബി തങ്ങൾ പൊതുവെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഔദാര്യത പുലർത്തുന്നവരായിരുന്നു, നല്ല കാര്യം ചെയ്യുന്നവരായിരുന്നു. ആ നബി തങ്ങൾ വിശുദ്ധ റമദാനിലേക്ക് എത്തുമ്പോൾ വളരെയേറെ ഔദാര്യവാനായി കൊണ്ട് നീങ്ങുന്നവരായിരുന്നു, ഇബാദത്തിനെ അധികരിപ്പിക്കുന്നവരായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ റമദാൻ ഓരോരോ ദിനരാത്രങ്ങളും നമ്മിൽ നിന്ന് അതിശീഘ്രം കടന്നു പോകുമ്പോൾ വീണ് കിട്ടിയ അസുലഭ മുഹൂർത്തം പാഴാക്കി കളയാതെ കൃത്യമായ ജമാഅത്ത് ഫർദ് എല്ലാ വക്തിലുള്ള എല്ലാ പ്രഭാത സുന്നത്ത് നിസ്കാരങ്ങളും, തഹജ്ജുദ് നിസ്കാരങ്ങളും, ദുഹാ നിസ്കാരങ്ങളും, ഇശാവരുവിനിടയിലുള്ള അബാബി നിസ്കാരവും, അതുപോലെ എന്തൊക്കെ നിസ്കാരങ്ങൾ ഉണ്ടോ അതൊക്കെ നിസ്കരിക്കാനും, വിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യാനും, അദ്കാറുകൾ ഒരുപാട് ചെല്ലാനും, സാമ്പത്തിക മേഖലകളിൽ അള്ളാഹു ഔദാര്യം നൽകിയവർ സാമ്പത്തിക മേഖല പാവങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും, സക്കാത്ത് നിർബന്ധമായ സക്കാത്ത് കൊടുക്കാനും, അതോടൊപ്പം സദഖ ചെയ്യാനും, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതുപോലെ തന്നെ പ്രാർത്ഥന അധികരിപ്പിക്കാനും ഈ വിശുദ്ധ റമദാൻ നമുക്ക് നമ്മുടെ ആയുഷ്കാലത്ത് വീണ് കിട്ടിയ ഈ വിശുദ്ധ റമദാൻ അടുത്ത റമദാനിലേക്ക് ആരൊക്കെ ദുനിയാവിലുണ്ടാകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ഈ റമദാൻ പൂർത്തീകരിക്കാൻ ആരൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കും പറയാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് തന്നെ നബിത്തങ്ങളുടെ ജീവിതം മാതൃകയാക്കി നല്ല കർമ്മങ്ങളിൽ ഈ വിശുദ്ധ റമദാനിൽ ഏർപ്പെടാൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ ഇടകൾക്കും മക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സ്നേഹിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ഗുണകാംക്ഷികൾക്കും അല്ലാഹു സുബ്ഹാനഹു ദുആ വസിയത്തിർക്കും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.